ഭൂമിഗീതത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. കേരളത്തിലെ കേര കർഷകർക്കിപ്പോൾ കുറിയ ഇനം തെങ്ങിൻ തൈകൾ നട്ടുവളർത്താനാണ് താല്പര്യം. പല കാരണങ്ങളാൽ പൊക്കം കുറഞ്ഞ തെങ്ങുകളാണ് അവരിഷ്ടപ്പെടുന്നത്. പക്ഷേ അപ്പോഴുണ്ടായ ഒരു പ്രതിസന്ധി, ആവശ്യത്തിന് പൊക്കം കുറഞ്ഞ തെങ്ങിൻ തൈകൾ ലഭ്യമല്ല എന്നുള്ളതാണ്. ഇത് പരിഹരിക്കാൻ വേണ്ടി കേര വികസന ബോർഡ് മുൻകൈ എടുത്തുകൊണ്ട് അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് പൊക്കം കുറഞ്ഞ ഇനങ്ങളുടെ വിത്ത് തേങ്ങ സംഭരിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് പാകി ലക്ഷക്കണക്കിന് തൈ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് രൂപം കൊടുത്തിട്ടുണ്ട്. ഇതിനായി ഒരുപാട് കേര ഉൽപ്പാദക സംഘങ്ങളും ഫെഡറേഷനുകളും ഒക്കെ രൂപീകരിച്ചിട്ടുണ്ട്. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക താല്പര്യമെടുത്ത ഇത്തരത്തിലുള്ള കേര വികസന ഫെഡറേഷനുകളിപ്പോൾ എല്ലായിടത്തും ആയിട്ടില്ല. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് പ്രത്യേക താല്പര്യമെടുത്ത് അവരുടെ ബ്ലോക്ക് അതിർത്തിക്കകത്ത് ഇത്തരം ഫെഡറേഷനുകൾ തുടങ്ങിയിരിക്കുകയാണ്. ഇതിനെല്ലാം കൂടി നിയന്ത്രിക്കുന്നതിന് ഒരു കമ്പനിയും രൂപീകരിച്ചിട്ടുണ്ട്. ഈ കേര വികസന ഫെഡറേഷൻ്റെ ഇവിടുത്തെ കേര വികസന ഫെഡറേഷൻ്റെ ആഭിമുഖ്യത്തിൽ 70,000 പൊക്കം കുറഞ്ഞ തെങ്ങിനത്തിൻ്റെ വിത്ത് തേങ്ങകൾ സംഭരിച്ചു കൊണ്ടുവന്ന് പാകി തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്യുന്നതിൻ്റെ വിവിധ ദൃശ്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ. നമുക്ക് അതൊക്കെ ഒന്ന് വിശദമായിട്ട് കാണാം, മനസ്സിലാക്കാം. ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെല്ലാവരും രാവിലെ തന്നെ അത്യുത്സാഹത്തോടു കൂടി എത്തിയിരിക്കുന്നത് കേരളത്തിലെ കുറിയ ഇനം തെങ്ങുകളുടെ കൃഷി പ്രചരിപ്പിക്കാനാണെന്ന് എനിക്കറിയാം. ഏത് രൂപത്തിലാണ്, എനിക്കിപ്പോൾ ഇതിൽ പരിചയമുള്ളൊരു മുഖം വിശ്വൽ സാറിൻ്റേതാണ്, ഏത് രൂപത്തിലാണ് ഇവരെല്ലാവരും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത് ഒന്ന് ചുരുക്കി പറയാമോ? നമുക്കിപ്പോൾ കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തുകളുമായിട്ട് 8 നാളികേര ഉൽപ്പാദക ഫെഡറേഷനുകളുണ്ട്. നാളികേര ബോർഡിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്നതാണ്. അപ്പോൾ ഈ കഞ്ഞിക്കുഴി ബ്ലോക്കിൽ തന്നെ 8 നാളികേര ഉൽപ്പാദക ഫെഡറേഷനുകളുണ്ട്. അപ്പോൾ ഈ ഫെഡറേഷനുകളിൽ ഒന്നാണ് മാരാരിക്കുളം നോർത്ത് നാളികേര ഉൽപ്പാദക ഫെഡറേഷൻ. ഇത് നമ്മുടെ മാരാരിക്കുളം നോർത്ത് ഫെഡറേഷന്റെ പ്രസിഡന്റാണ് സുകുമാരൻ നായർ സാർ. റിട്ടയർഡ് പഞ്ചായത്ത് ഇൻസ്പെക്ടറൊക്കെ ആയിട്ടിരുന്ന ആളാണ് സാറ്. വളരെയേറെ ഇതിനു വേണ്ടി സഹകരിക്കുന്ന ആളാണ്. അതുപോലെ സെക്രട്ടറി അനിൽകുമാർ, ഇത് വിജയൻ ചേട്ടൻ സഹകരണ ബാങ്കിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിട്ടിരുന്ന എല്ലാ അനുഭവങ്ങളും ഉള്ള ആളാണ്. കുറുപ്പ് സാറ് ഇവിടുത്തെ മാരാരിക്കുളം നോർത്തിന്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, നമ്മുടെ പ്രോഗ്രാമൊക്കെ എടുത്തിട്ടുള്ള MP രാജപ്പക്കുറുപ്പ് എന്നാണ് ഇതിന്റെ വൈസ് പ്രസിഡന്റുമാണ്. ഇത് നമുക്ക് നമ്മുടെ കൃഷി ഓഫീസറെ വിനോദ് ജോസ്, കൃഷി ഓഫീസറെ ഈ പരിപാടിക്ക് തുടങ്ങിയതാലും മുതൽ ഇതിൻ്റെയോടൊപ്പം വന്ന് കാണാൻ ഏറ്റവും കൂടുതൽ സന്തോഷം. കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ഈ ഫെഡറേഷനുകളുടെ ഒരു ജോയിന്റ് സമിതി ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പനിക്ക് മുന്നോടിയായിട്ട് ജോയിന്റ് സമിതിയായിരുന്നു. ജോയിന്റ് സമിതിയെ കോക്കനട്ട് പ്രൊഡ്യൂസർ സൊസൈറ്റി എന്നതിന് പേര് കൊടുത്തു, JSCPF എന്നത്. അപ്പം അതിൻ്റെ കീഴിലാണ് വാസ്തവത്തിൽ ഈ നേഴ്സറി പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചത്. അപ്പം എല്ലാ 8 ഫെഡറേഷനുകളും കൂടി തമിഴ്നാട്ടിൽ പോയി ഏറ്റവും നല്ല കുറിയ ഇനം തെങ്ങിൻ തോട്ടങ്ങൾ ആദ്യം കണ്ടു. അപ്പം നമ്മുടെ എല്ലാ ഫെഡറേഷനിൽ നിന്നും 2 പേര് വീതം വന്നിരുന്നു. അപ്പം നല്ല മരങ്ങളൊക്കെ കണ്ടു. കുറേ കർഷകര് പോയി, 40ഓളം കൃഷിക്കാർ അവിടെ പോയത്. എല്ലാം നാളികേര ബോർഡ് ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളാണ്. അവരുടെ അവിടുന്ന് സാങ്കേതിക ഉദ്യോഗസ്ഥന്മാർ ഞങ്ങളോടൊപ്പം വന്നാണ്. ഈ തോട്ടങ്ങൾ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. അപ്പൊ അതെല്ലാം കണ്ട് അവിടെ നിന്നാണ് കളിപ്പൊന്നുമില്ല, കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങിയിരിക്കുന്നത്. അങ്ങനെ ഇവർക്ക് ഒരു ഫെഡറേഷൻ 10,000 തേങ്ങ വീതമാണ് പാകിയത്. അപ്പോൾ ആ 10,000 വിത്ത് തെങ്ങ കൊണ്ടുവന്ന് ഇവിടെ പാകി, പിന്നെ അത് മുളച്ചു വന്ന്
അതിനെ നല്ല രീതിയിൽ പരിപാലിച്ച് ഇപ്പം 8 മാസം ആകുന്നു. വിൽപ്പന ആരംഭിച്ചു എന്ന് പറയാം. അതാണ് സ്റ്റേജ്. നമ്മൾ 1.5 മീറ്റർ വീതിയിൽ 1 അടി ഉയരത്തിലാണ് നമ്മൾ ബെഡ് തയ്യാറാക്കിയിരിക്കുന്നത്. വിത്ത് തേങ്ങ പാകുന്നതിന്റെ തടങ്ങൾ, തേങ്ങ പാകുന്നതിനുള്ള തടങ്ങൾ തയ്യാറാക്കിയിരിക്കുന്നത്. അതിനകത്ത് 30 സെന്റിമീറ്റർ അകലത്തിൽ ഓരോ പാത്തി എടുത്ത് അതിൽ 3 വിത്ത് തേങ്ങ വീതമാണ് നമ്മൾ പാകിയിരിക്കുന്നത്. അതിൽ ഓരോ ലൈനിലായിട്ടാണ് 3 ലൈനായിട്ട് ഈ തവാരണയിൽ നമ്മൾ വിത്ത് തേങ്ങ പാകി അത് മൂടി നനച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. മൂടുന്നതിന് എന്താ ഉപയോഗിക്കുന്നത്? മൂടുന്നതിന് നമുക്ക് മൾച്ചിങ് ആയിട്ട് നമുക്ക് തെങ്ങോലയോ കരിയിലയോ ഒക്കെ പൊതിയിട്ട് നനച്ചു കൊടുത്ത് ആണ് ചെയ്യുന്നത്.
തമിഴ്നാട്ടിലെ ഏത് ഭാഗത്തു നിന്നാണ്? തമിഴ്നാട്ടില് നമ്മൾ ധാരാപുരം, പൊള്ളാച്ചി, ഉടുമൽപേട്ട, കർണാടക മാണ്ഡ്യ നാളികേര ബോർഡിന്റെ മാണ്ഡ്യയിലെ ഫാമിൽ ഇവിടെ തന്നെ തികയില്ലായിരുന്നു. മാണ്ഡ്യയുടെ CDB ഫാമിൽ നിന്നൊക്കെ ഞങ്ങൾ സംഘടിച്ചു. അങ്ങനെ 70,000 വിത്ത് തേങ്ങയാണ് നമ്മുടെ ഈ ബ്ലോക്ക് വലിയൊരു സംരംഭം. അപ്പൊ അതിലെന്തായാലും ഒരു 60,000 തൈയും നമുക്ക് നടാൻ പാകത്തിലുണ്ട്. എല്ലാം 3 വർഷം കൊണ്ട് കായ്ക്കുന്ന ഇനങ്ങളാണ്. മലയിൻ ഓറഞ്ച് ഡോർഫ്, മലയിൻ ഗ്രീൻ ഡോർഫ്, മലയിൻ യെല്ലോ ഡോർഫ്, പിന്നെ കൂടാണ്ട് ചാവക്കാട് ഓറഞ്ച് ഡോർഫ്, ചാവക്കാട് ഗ്രീൻ ഡോർഫ്. അങ്ങനെ 5 ഇനം തൈകളാണ് നമ്മളിവിടെ ഉയർന്നു വരുന്നത്. എല്ലാം കുറിയ ഇനങ്ങൾ തന്നെയാണ്. എല്ലാം കുറിയ ഇനങ്ങളാണ്. തീർച്ചയായിട്ടും ഈ പ്രൈവറ്റ് നഴ്സറിക്കാരൊക്കെ വിൽക്കുന്നതിലും വളരെ വില കുറച്ച് നമുക്ക് വിൽക്കാൻ കഴിയും. തീർച്ചയായിട്ടും കഴിയും. ഇതൊരു ലാഭം ഉണ്ടാക്കുന്ന രൂപത്തിലല്ലോ. അതെ.